ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. മുട്ട റോസ്റ്റ് നമ്മൾക്ക് അപ്പത്തിൻ്റെ കൂടെയോ റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു മുട്ട റോസ്റ്റ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾക്ക് നോക്കാം. മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5 മുട്ട പുഴുങ്ങിയതെടുത്തിട്ടുണ്ട്. 4 വലിയ സവാള അരിഞ്ഞത്, 3 തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ കടുക്, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിയില, കറിവേപ്പില എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി മുട്ട റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ജീരകം ചേർക്കാം. ജീരകത്തിൻ്റെ നിറം മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന വലിയുള്ളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സോഫ്റ്റ് ആയാൽ മതി. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് ആവാൻ വേണ്ടി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ തക്കാളി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. സാദാ ചില്ലി പൗഡർ ആയാലും മതി. ഒരു നല്ല നിറം ഉണ്ടാവാൻ വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. മസാല ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. ഇനി പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. മസാല മുട്ടയിലൊന്ന് പിടിക്കുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.